ഏത്? അത് തവള. ഓ, തവള രാത്രി ഇങ്ങനെ തന്നെ കരയും. ശരി, ഇന്നെന്ത് കണ്ട അത് പറ. നമ്മള് പനിച്ചുമുട്ടിന്ന് ഇവിടെ വരുമ്പോ അമ്മയെ കൊണ്ടുപോയിട്ടാണ് വേണ ഗൈസ്. അപ്പം നമ്മള് ഇവിടെ വന്നപ്പോഴത്തേക്കും കാളിമലയിലും കുരിശുമലയിലും ലൈറ്റ് കത്തുന്ന കാണുന്നത്. രണ്ടും ഒരുമിച്ച്, കാളിമലയും കുരിശുമലയും ലൈറ്റ് കത്തി നിൽക്കുന്നത് ഒരുമിച്ച് നമ്മൾ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കും കാണിച്ചു തരാം. ഇതാണ് റൈറ്റ് സൈഡ് ഒറ്റയ്ക്കൊരു ലൈറ്റ് കാണുന്നതാണ് കാളിമല. ലെഫ്റ്റ് സൈഡ് ഒരു 3 ലൈറ്റ് ഒരേ വരിയിൽ കാണുന്നത് കുരിശുമല. ഇപ്പോൾ രണ്ടും മാക്സിമം ആൾക്കാർക്ക് അറിയാമെന്നുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. കാരണം കന്യാകുമാരി ജില്ലയിലും ട്രിവാൻഡ്രം ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്നുള്ളൊരു സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തെക്കൻ കുരിശുമല, അതുപോലെ തന്നെ കാളിമല. ഈസ്റ്റർ സമയത്ത് ഈ കുരിശുമലയിൽ ഒരുപാട് ആൾക്കാർ പോവും. അതായത് ഒരു എന്താ പറയുക, ഒരു പുണ്യത യാത്രയായിട്ട്, തമിഴ് വേർഡാണ് മിക്സായി പറഞ്ഞത്, ഒരു വിശുദ്ധ യാത്രയായിട്ടാണ് പോണത്. അതുപോലെ തന്നെ കാളിമലയിൽ ചിത്ര പൗർണമി ആ ദിവസത്തിൽ പൊങ്കാലയുണ്ട്. ഒരു 10 ദിവസത്തെ ഉത്സവവും, 10 ആണെന്ന് തോന്നുന്നു, 7 ദിവസമോ 10 ദിവസം തോന്നണം അവിടുത്തെ ഉത്സവം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അന്ന് ചിത്ര പൗർണമിക്ക് ലക്ഷം പൊങ്കാലയാണ്. അതായത് ഈ മലയുടെ മുകളിൽ ഒരുപാട് ഭക്തജനങ്ങൾ കയറിപ്പോയിട്ട് അവിടെ ലക്ഷത്തിന് മുകളിലാണ് അവിടെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്, കുരിശുമലയും കാളിമലയും. കന്യാകുമാരി ജില്ലയ്ക്കും അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം ഈ ജില്ലകൾക്ക് ഒരുപോലെ പരിചയമുള്ളൊരു സ്ഥലമാണ്, ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കാളിമലയും കുരിശുമലയും. അതാണ് നമ്മളിന്ന് നൈറ്റ് നമുക്ക് വീഡിയോ കിട്ടിയത്. സോ വളരെ ഹാപ്പി. ഇത് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്നത്, 2 സ്ഥലത്തുള്ള ലൈറ്റ് ഒരുമിച്ച് കാണാൻ പറ്റുന്നത് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കറക്റ്റ് തമിഴ്നാട് കേരള അതിർത്തിയിൽ നെട്ട ചെക്ക് പോസ്റ്റിന് കുറച്ച് മുമ്പേ തമിഴ്നാട് കേരള അതിർത്തി വിഭജിക്കുന്ന സ്ഥലം, ആ സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുന്നത്. എന്നും കാണാൻ പറ്റത്തില്ല, റെയറായിട്ട് ഇത് കിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കിട്ടി, വളരെ ഹാപ്പി.